പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. 50,000-ഓളം വരുന്ന അമേരിക്കൻ്റെയും ഇസ്രായേലിൻ്റെയും പട്ടാളക്കാരാണ് പല രാജ്യങ്ങളിലായിട്ട് തമ്പടിച്ചിരിക്കുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇനി സൈനിക മാർഗമുള്ള ആക്രമണമാണ് നടത്താൻ പോകുന്നത്. ഇതുവരെ അവർ നടത്തിയിട്ടുള്ള സകല ആക്രമണത്തിലും ഇറാൻ്റെ മിലിറ്ററി ഫോഴ്സും അതുപോലെ തന്നെ അവരുടെ ഡിഫൻസും എല്ലാം അടിച്ച് നശിപ്പിച്ച് തരിപ്പണമാക്കി. അവിടെ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു ഈ വേട്ടാവളിയൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേൾഡ് മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നുകൊണ്ട് കുരച്ചത്. എന്നാൽ ആ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് 2 എയർക്രാഫ്റ്റുകൾ ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ചപ്പോഴത്തേക്ക് അവരത് അടിച്ച് താഴെയിട്ട് അതിലൊരുത്തനെ ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരുത്തനെ രക്ഷപ്പെടുത്തിയെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണേലും ഇറാന്റെ കയ്യിൽ ഇപ്പോഴും ചെറിയ ഒരു വെടിക്കുള്ള മരുന്നൊക്കെ കയ്യിൽ ഇരിപ്പുണ്ട്. അവരങ്ങനെ പൂർണ്ണമായിട്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇനി കരയുദ്ധത്തിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നീയൊക്കെ കയറി വാട എന്ന് ആമ്പിള്ളാരെ പോലെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇറാൻ. കരയുദ്ധം നടത്തി കഴിഞ്ഞാൽ മക്കളെ നിന്റെയൊക്കെ ട്രൗസർ കീറിപ്പോവും. കാരണം യുദ്ധം ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള ഒരു വിഭാഗമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളും. അവിടുത്തെ ജനങ്ങളെ വിഘടിപ്പിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കുതന്ത്രങ്ങളും നടത്തിയിട്ടും അവിടുത്തെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയെ ഉപയോഗിച്ച് അവരുടെ പല നേതാക്കന്മാരെ വധിച്ചിട്ടും ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള അവിടുന്ന് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്ത കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജെറുസലേം അമ്മായി ഉണ്ടല്ലോ, ബങ്കറിനകത്ത് ഇരുന്നുകൊണ്ട് കൊണകൊണയടിക്കുന്ന അമ്മായി മാർച്ച് 22-ാം തീയതി ഒരു ലൈവ് വന്നിട്ട് പിന്നെ ഇപ്പം കാണുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയൊരു വിഷയമാണല്ലോ ഈ ക്രൈസ്തവ സമൂഹത്തിന് വിദേശ രാജ്യത്തു നിന്ന് പണം വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇവിടെ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന ക്രൈസ്തവർ പോലും ഇപ്പം തിരിഞ്ഞ് ഇവൻ്റെയൊക്കെ നെഞ്ചത്ത് കുത്തുന്ന ഒരു പരിപാടിയാണ് ലവന്മാർ കാട്ടിയത്. ലവന്മാരൊക്കെ ലോക പൊട്ടന്മാരും മണ്ടന്മാരും ആണെന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇമ്മാതിരി ഒരു സാധനം കൊണ്ട് ഇവന്മാർ വരുമോ? ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണെന്നുള്ളത് വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളല്ലേ ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ബില്ലിനെ എതിർത്ത് വന്നിട്ടുള്ള അച്ഛന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും ലവളുണ്ടല്ലോ നമ്മുടെ ജെറുസലേം മാലപ്പടക്കൽ അമ്മായി, അതായത് കാസായിൽ ഏതോ സംഘിക്കുണ്ടായിട്ടുള്ള ഒരു ജാരസന്തതിയാണ് ഇവളെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അമ്മാതിരി പുലപ്യത്തരമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കുറിച്ചിട്ടും ഇവിടുത്തെ പുരോഹിതന്മാരെ കുറിച്ചിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെ നമുക്കത് കാണാം. ഇപ്പം നിലവിൽ എന്താണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. ഇറാനെതിരെ ഈ സൈനിക നടപടികൾക്കിടെ പരിക്കേറ്റ അമേരിക്കൻ സൈനികരുടെ എണ്ണം 365 ഉയർന്നതായിട്ട് പെന്റഗൺ പറയുന്നു. അതുമാത്രമല്ല ഈ പരിക്കേറ്റവരിൽ 247 പേർ ആർമി സൈനികരും അതുപോലെ 63 പേർ നാവികസേനാംഗങ്ങളും 19 പേർ മറീനുകളും അതുപോലെ 36 പേർ എയർ സർവീസ് അംഗങ്ങളുമാണ്. പരിക്കേറ്റ ഭൂരിഭാഗം സൈനികരും ചികിത്സയ്ക്ക് ശേഷം ജോലിയിൽ തിരിച്ചെത്തിയതായിട്ട് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ന് വരെ 13 സൈനികരാണ് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക നഷ്ടപ്പെട്ടത്. ഇതിൽ 7 പേർ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റിലെ ഒരു ഓപ്പറേഷൻ സെന്ററിന് നേരെ ഇറാൻ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണത്തിൽ 6 ആർമി റിസർവ് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത്. ഇത് കൂടാതെ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനികനുണ്ടായിരുന്നു. അദ്ദേഹവും പിന്നീട് മരണപ്പെടുകയായിരുന്നു. ബാക്കിയുള്ള 6 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാഖിൽ തകർന്നു വീണ ഒരു അമേരിക്കയുടെ ഒരു റീഫ്യൂലിംഗ് വിമാനത്തിലെ അതിലുണ്ടായിരുന്ന സൈനികരായിരുന്നു. വിമാനം തകർന്നത് ശത്രുപക്ഷത്തിന്റെ ആക്രമണം മൂലമല്ല എന്ന് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചതിനാൽ ഇവരെ നോൺ ഹോസ്റ്റൈൽ മരണങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ ഇന്നലെ ഇറാൻ 2 അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ ന്യൂസ് വന്നിരിക്കുന്ന 24-നകത്താണ് കേട്ടോ. മീഡിയ വണ്ണിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ പാടില്ലെന്നാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചില ക്രിസ്സംഗി വേട്ടാവളിയന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മീഡിയ വൺ അല്ല, 24 ന്യൂസ് ആണ്. നിങ്ങളുടെയൊക്കെ സ്വന്തം ചാനലായിട്ടുള്ള മലയാള മനോരമയിലും ഈ വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ. ലമ്മായിയുടെ കുരുപൊട്ടൽ എന്താണ് എന്നൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. ബുദ്ധിയില്ലാതെ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവിനോടും ഞാൻ പറയുക, ഈ കോയന്മാർ എന്തായാലും ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നടങ്കം BJP അവിടെയും ഇവിടെ എല്ലാം മത്സരിക്കുകയാണ്. 10 പേരെയെങ്കിലും നിങ്ങൾ നിയമസഭയിൽ കൊണ്ടിരുത്തിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. വഖഫിന്റെ സമയം വന്നപ്പോഴേ നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കിയതാണ് കേരളത്തിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ് മുനമ്പം വിഷയത്തിന് മുമ്പിൽ മുനമ്പം വഖഫിന്റേതാണെന്ന് പറഞ്ഞ് ഇവന്മാര് അത് വഖഫിന് എഴുതി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരനും കോൺഗ്രസിന്റെ MLA ആയിട്ട് ജയിച്ചു വന്ന ഹൈബീഡിൻ MP കോൺഗ്രസിന്റെ MP-യാ, അതും മുനമ്പത്ത് നിന്ന് ജയിച്ചവനാ. അവൻ പോലും വഖഫിന് അനുകൂലിച്ചുകൊണ്ടാ നിന്നത്. വഖഫ് എന്ന് പറയുന്നതിന് എന്തുവാ സമൂഹത്തിന്റെ വളരെ നന്മയുള്ളൊരു സംഭവം എന്നാണ് അവൻ പറയുന്നത്. യുമാർക്കൊക്കെ വഖഫ് വോട്ടിന് വേണ്ടിയിട്ട്
മത വോട്ടിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പോക്കത്തനമാ, കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തവന്മാരാ. പറഞ്ഞ മനസ്സിലായോ? സ്വന്തം ജനത്തെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിയില്ലാത്തവന്മാരാണ് ഇവന്മാര് മത വോട്ടിന് വേണ്ടിയിട്ട്. ജമാഅത്തെ ഇസ്ലാമിനെ എന്തിനാ കൂട്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്? SDP-യുടെ കൂട്ടെന്തിനാ? SDP-യോട് ഇപ്പം മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ നിൽക്കുക. സുരേന്ദ്രന് എന്ത് പറയുന്ന SDP വോട്ട് ചോദിച്ചപ്പോഴത്തേക്കും SDP-ക്ക് വോട്ട് കൊടുത്തില്ലെന്ന്, കാൻഡിഡേറ്റിനെ നിർത്താനായിട്ട് SDP ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും SDP-ക്ക് കാൻഡിഡേറ്റിനെ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല. അതിന്റെ പേരിൽ എന്ത് ചെയ്തു ഇവന്മാര്? അതിന്റെ പേരില് SDP ആളെ ഇറക്കി. ഇപ്പൊ കാല് പിടിച്ചിട്ട് SDP ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഇവന്മാര് ഈ BJP-യെ തോപ്പിക്കാൻ SDP-യുടെ കൂടെ കൂട്ടു നിൽക്കുന്നു. എവിടത്തെ കഥയെന്ന് നോക്കിക്കൊള്ളാം. രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത്, മതം വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം. ഇനിയെങ്കിലും ബുദ്ധിയില്ലാത്ത മരക്കഴുതകളായ ക്രിസ്ത്യാനിയെ ഹിന്ദുവെ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത്, കാരണം നിങ്ങൾക്കറിയാമല്ലോ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ കേരളത്തില് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് മുഴുവനും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി കേരളത്തിൽ ഇസ്രായേൽ എന്താ ചർച്ചാ വിഷയമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. കേരളത്തിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ചർച്ചാ വിഷയമാകുന്നത്? ഇസ്രായേൽ എന്താണ് പ്രശ്നം? കേരളക്കാർക്ക് എന്തിനാ പ്രശ്നം ഇസ്രായേൽ? ഇസ്രായേൽ വലിയ രാജ്യവുമല്ലേ. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നാൽ യഹൂദന്മാർ ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് കുടിക്കരുത്. യഹൂദന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടും ക്രിസ്ത്യാനിയെ കൊല്ലാൻ വേണ്ടിയിട്ടും നമ്മുടെ കൊതമതിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പം യഹൂദന്മാരുമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ കണ്ണു നട്ട് എങ്ങോട്ട് പോകും? അപ്പൊ കേരളത്തില് തെരുവോരങ്ങളില് ബാനർ പിടിച്ച് നടക്കുന്നത് ഗാസയുടെ പ്രശ്നം വെച്ചിട്ടാ. ഗാസയാണ് ഇവിടുത്തെ പ്രശ്നം. പിണറായിക്ക് പ്രശ്നം ആരാ സൂചിപ്പിക്കാനാ? പിണറായിക്ക് ലോകത്ത് വേറൊരു പ്രശ്നമില്ല. കേരളക്കരയിൽ 100 കൂട്ടം പ്രശ്നം നടക്കുക. 10 വർഷം കൊണ്ട് കേരളത്തെ മുടിച്ച് നശിപ്പിച്ച് നാറാണക്കലെടുത്ത് വെച്ചിരിക്കുക. ഭണ്ഡാരത്തിൽ കിടന്ന പൈസ ഖജനാവിൽ കിടന്ന മുഴുവനും അടിച്ചു പറിച്ച് തിന്നു ഇവന്മാര്. ഇപ്പോഴും ഖജനാവിൽ കിടക്കുന്നത് മുഴുവനെയും തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുക. ഏതെല്ലാം വഴിയിൽ പൈസ കിട്ടുമോ അതെല്ലാം അടിച്ചു വാരി പോക്കറ്റിടുക. കാരണം എന്തായാലും അവർക്ക് അറിയാം 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭരണം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് ഉറപ്പാ. അപ്പൊ പോകുന്നതിന് മുമ്പ് വടിച്ചു നക്കി എടുത്തോണ്ട് പോകാന്നുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ഖജനാവ് കാലിയാക്കി പോവുക. ഇപ്പം ഈ കാലിയാക്കി പോകുന്നതിന്റെ കൂട്ടത്തിനകത്ത് എന്തുവാ ഒരു സുഖിപ്പിക്കല്, എന്തുവാ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന രീതിക്ക് എന്ത് ചെയ്യുക? കോയമാരെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുക എന്തുവാ ഇസ്രായേലിന്റെ വിഷയമാ ഭയങ്കര വിഷയം. ഇപ്പം പിന്നെ ആഭ്യന്തര ചർച്ച നടത്താൻ പറ്റുന്ന വിഷയമല്ലേ കേരളത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന വിഷയം? കാരണം കേരളത്തിലെ കോയ മുഴുവനും പണിയെടുക്കുന്നത് ഗാസയിലാണ്. കേരളത്തിലെ കോയമാര് മുഴുവനും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കേന്ദ്രത്തിന്റെ ഖജനാവിലേക്ക് പണം കൊണ്ടിടുന്നത് ഗാസയിൽ പണിയെടുത്തിട്ടാ. ഇന്ന് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഉള്ള കടകളെല്ലാം കച്ചവടം നടക്കുന്നുണ്ടോ? പൂട്ടിക്കെട്ടി പോവുക ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ. എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ ഏരിയക്കകത്ത് പോയും വലിയ കാട്ട ഷോറൂം ഉണ്ടാക്കിയിടും. എന്നിട്ട് ആ ഷോറൂമിനകത്ത് കൊണ്ടുവന്ന് കച്ചവടം കൊണ്ടുവന്ന് വെക്കും. ഇവന്മാരുടെ ഒരു പ്രത്യേക തരം ഒരു സൈക്കോളജിക്കൽ ഒരു മൂവ്മെന്റ് ആണത്. അവിടെ പിന്നെ ക്രിസ്ത്യാനി മതേതര മൂത്തവനാണല്ലോ. അപ്പൊ അവൻ എന്ത് ചെയ്യും? പിന്നെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് അവന്റെ കടയിൽ കയറും. പക്ഷെ അവിടെ തന്നെ ക്രിസ്ത്യാനിയുടെ കടയും ഹിന്ദുവിന്റെ കടയും ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ കയറത്തില്ല. നമ്മുടെ മതക്കാരുടെ കടയിലേ പോയി വാങ്ങിക്കാവൂ. മതേതര മൂത്ത മതഭ്രാന്തന്മാരുടെ മത വിളയാട്ടാണ് ഈ പ്രൊഫൈലിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ നേതാവ് ഗുരുവായൂർ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്തോ ഗോപാലകൃഷ്ണൻ അല്ലേ? BJP-യുടെ നേതാവ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ എന്തുവാ? അദ്ദേഹം പറഞ്ഞത് എന്തുവാ? ഹിന്ദുക്കളുടെ ഒരു പ്രദേശത്ത് ഒരു ഹിന്ദു എന്തുവാ എന്ത് ചെയ്യണം? ഇതാകണം. ഹിന്ദുക്കളുടെ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് എല്ലായ്പ്പോഴും കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ കാൻഡിഡേറ്റ് ആയിട്ട് വെച്ചിട്ട് അവിടെ ജയിച്ചു പോകുന്നത്. അമ്പലങ്ങൾ എന്ന് പറയുന്ന വേശ്യാലയങ്ങൾ പഠിപ്പിക്കുന്നവരാ ഇവര്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രീതിയിൽ പറഞ്ഞു. ഇതാണ് ഐസക് ആന്റോ. ഭാര്യ ഓടി നടന്ന് വെടിവെച്ചിട്ട് ഉണ്ടായതാ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് റീന എന്റെ ഭാര്യയുടെ വെടിവെക്കലിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഈ ലൈവിൽ വന്നൊന്ന് പറയുമോ എന്ന് ചോദിക്കുക. വളരെ നല്ല കാഴ്ചപ്പാടുള്ള ഒരു ഭാവിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതാവിനെ ആ തിരുവല്ലയിൽ നിർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാൻഡിഡേറ്റന്മാരെ കണ്ടെത്തിയാൽ നിങ്ങൾ ആളുകളെ നോക്കിയെങ്കിലും വോട്ടിട്.
നിങ്ങൾ രാഷ്ട്രീയം വിട്, അവരെങ്കിലും മനുഷ്യരെങ്കിലും നോക്കി വോട്ടിട്ട്. കാരണം നിങ്ങൾക്ക് ഗുണം ചെയ്യും, നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങളുടെ ദേശത്തിന് ഗുണം ചെയ്യും. കേട്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു സംഖ്യയിൽ ക്രിസംഖിക്കുണ്ടായിട്ടുള്ള ജാരസന്തതിയാണ് ഈ പിഴച്ചവൾ എന്നുള്ളത്. ഇവള് ക്രിസ്ത്യാനിയെ തെറി പറയും, ഇവിടുത്തെ അച്ഛന്മാരെ തെറി പറയും. ഇവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവൻ ഏത് മതത്തിൽപ്പെട്ടതാണെന്നുള്ളത് നോക്കില്ല, അവൾ ഉടനെ ഇവളുടെ വായിൽ നിന്നുള്ള ഈ പുലഭിത്തരം നമ്മൾ കേൾക്കണം. പിന്നെ നമ്മുടെ ഒട്ടകം ഗോപാലിനെ കുറിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇത്രയും നല്ല ഒരു നേതാവ് വേറെയില്ല. ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ 44% മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലമാണ്, ബാക്കി ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉള്ളൊരു മണ്ഡലമാണ്. പക്ഷെ അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല അവിടെ ഈ കാലം അത്രയും CPM-ന്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും മാറി മാറി വന്നിട്ടുള്ള ആളുകൾ ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൊന്നാനി എന്ന് പറയുന്ന ഒരു പ്രദേശം ഭൂരിപക്ഷം മുസ്ലിംസ് ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഇതുവരെ ജയിച്ചിട്ടുള്ളത് ആരാ? മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പല പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ വിജയിച്ചിരിക്കുന്നത്, അല്ലാതെ അവിടെ മുസ്ലിങ്ങളല്ല ജയിച്ചിരിക്കുന്നത്. കേരളത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ, ജാതിയും മതവും നോക്കിയല്ല ഇവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായിക്കോ. എന്തായാലും ജെറുസലേം അമ്മായിയുടെ ആ ഒരു കരച്ചിലും രോധനമൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ഇപ്പം അവിടെയാണെങ്കിൽ ഇറാൻ അടിച്ച് അണ്ടം കീറിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ സംഘപരിവാറിൻ്റെ അണ്ടം കീറുന്നത് അവർ തന്നെയാണ്. ഈ FCR പോലുള്ള ചില ബില്ലുകളൊക്കെ എടുത്തിട്ടുകൊണ്ടാണ് കേരളത്തിലെ സംഘപരിവാറിന് കേന്ദ്രം പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കരച്ചിൽ ഉടനെ ഒന്നും തീരുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇവള് കുറച്ചും കൂടെ ഒക്കെ കരയാനുണ്ട്, കുറച്ചുകൂടെ ഒക്കെ കരഞ്ഞ് മെഴുകാനുണ്ട്. അത് മെഴുകി അവസാനം വരുമ്പോഴത്തേക്ക് നമുക്കത് കാണാം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കൃത്യമായിട്ട് ഈ ജെറുസലേം മാലപ്പടക്കത്തിൻ്റെ അണ്ണാക്കി തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.